നമസ്തേ ഓൾ. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലാഭവും നഷ്ടവും. നമുക്കറിയാം, ഒരു ഐറ്റം നമ്മൾ വാങ്ങുമ്പോൾ ആ വിലയാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാങ്ങിയ വില എന്ന് പറയുന്നത്. അത് നോക്കുമ്പോഴുള്ള വിലയാണ് വിറ്റ വില, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഫിറ്റും ലോസും ഈ കോസ്റ്റ് പ്രൈസിനെയും സെല്ലിംഗ് പ്രൈസിനെയും ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. നമുക്ക് നോക്കാം. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ, ഒരു ഐറ്റം നമ്മൾ ഏത് വിലയ്ക്കാണോ വാങ്ങുന്നത് ആ വിലയാണ് കോസ്റ്റ് പ്രൈസ്, അല്ലെങ്കിൽ CP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് SP എന്ന് പറയുന്നത് അത് എത്ര രൂപയ്ക്കാണോ നമ്മൾ വിറ്റത് ആ വിലയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രോഫിറ്റും ലോസും എപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മൾ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടി നിന്നാൽ, സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടി നിന്നാൽ വിറ്റ വില കൂടുതലായിരിക്കും. വിറ്റ വില കൂടുതലാണ്, വാങ്ങിയ വിലയേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഒരു പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗെയിൻ ആയിരിക്കും. ഇനി ഒരു ഐറ്റം നമ്മൾ വാങ്ങി, അതിൻ്റെ കോസ്റ്റ് പ്രൈസ് കൂടുതലും സെല്ലിംഗ് പ്രൈസ് കുറവുമാണ് വയ്ക്കുക. വിറ്റ വില കുറഞ്ഞതും വാങ്ങിയ വില കൂടുതലുമാണ്. അങ്ങനെയെങ്കിൽ അവിടെ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് എന്താണ്? നഷ്ടമായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് പ്രോഫിറ്റും ലോസും നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്, അതുപോലെ തന്നെ ലോസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. പ്രോഫിറ്റ് സംഭവിക്കുന്നത് എപ്പോഴാണ്? സെല്ലിംഗ് പ്രൈസ് കൂടി നിന്നാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് സംഭവിക്കുള്ളൂ. അതുപോലെ തന്നെ നഷ്ടം എപ്പോഴാണ് വരുന്നത്? ലോസ് എപ്പോഴാണ് വരുന്നത്? നമ്മൾ വാങ്ങിയ വില കൂടുതലായിരിക്കണം, എന്നിട്ട് വിറ്റ വില കുറയുമ്പോഴാണ് നമുക്ക് നഷ്ടം വരിക. അപ്പം ലോസ് എന്ന് പറയുന്നത് CP മൈനസ് SP ആയിരിക്കും. ഇനി ഇതിൻ്റെ പെർസെൻറ്റേജ് കാണാനുള്ള പ്രോബ്ലംസ് വരാം. അപ്പം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ലോസ് നമ്മൾ ഓൾവേസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇതിൻ്റെ പെർസെൻറ്റേജ് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100. CP എന്നത് കോസ്റ്റ് പ്രൈസാണ്. അപ്പോൾ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 അതായിരിക്കും പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനുള്ള ഫോർമുല. അതുപോലെ തന്നെ ലോസ് പെർസെൻറ്റേജ് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ലോസ് ഡിവൈഡഡ് ബൈ CP, അതായത് ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും കാണുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിലുള്ള ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണ് ആദ്യം ചെയ്യുന്നത്. ലോ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അതിൻ്റെ ഹയർ ലെവൽ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം. Given that CP equal to 300, SP equal to 350, find gain percentage. കോസ്റ്റ് പ്രൈസ് 300 ആണ്, സെല്ലിംഗ് പ്രൈസ് 350, ഫൈൻഡ് ഗെയിൻ പെർസെൻറ്റേജ്. നമുക്കറിയാം സെല്ലിംഗ് പ്രൈസാണ് ഇവിടെ കൂടുതൽ, അപ്പോൾ ഗെയിൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഗെയിൻ പെർസെൻറ്റേജ്, ആദ്യം ഗെയിൻ നമ്മൾ കണ്ടുപിടിക്കണം. ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെയിൻ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്, അതായത് 350 മൈനസ് 300 ദാറ്റ്സ് ഈക്വൽ ടു 50. നമ്മുടെ ഗെയിൻ കിട്ടി. ഗെയിൻ പെർസെൻറ്റേജ് കാണാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഏതിൻ്റെ ബേസിസിലാണ് ഗെയിൻ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞത്? ഓൺ ദ ബേസിസ് ഓഫ് CPയുടെ ലോസ് പെർസെൻറ്റേജ് ആണെങ്കിലും ഗെയിൻ പെർസെൻറ്റേജ് ആണെങ്കിലും CPയുടെ ബേസിസിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഗെയിൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഗെയിൻ പെർസെൻറ്റേജ് ഈക്വൽ ടു ഗെയിൻ ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100. ഓക്കെ, ദാറ്റ് ഈസ് ഗെയിൻ എന്നത് 50 ആണ്. 50 ഡിവൈഡ് ബൈ CP 300 ഇൻറ്റു 100. ഇത് ക്യാൻസൽ ചെയ്താൽ 100 ക്യാൻസൽ ചെയ്യാം, 2 സീറോസ് ക്യാൻസൽ ചെയ്തു. ദെൻ 50/3 എന്ന് വരും. 50/3 ആൻഡ് ആൻസർ 16.67% എന്ന് വരും. അതാണ് ഗെയിൻ പെർസെൻറ്റേജ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ദാറ്റ് CP ഈക്വൽ ടു 100, SP ഈക്വൽ ടു 90, ഫൈൻഡ് ലോസ് പെർസെൻറ്റേജ്. ക്ലിയർലി ഇവിടെ ലോസ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. CP എന്നത് 100 ആണ്, SP എന്നത് 90 ആണ്. അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ് കുറവാണ്, അപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ലോസാണ്. ലോസ് പെർസെൻറ്റേജ് കാണാൻ ആദ്യം ലോസ് എന്താണ് കണ്ടുപിടിക്കണം. ലോസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? CPയിൽ നിന്നും SP സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ലോസ് ഈക്വൽ ടു CP മൈനസ് SP ദാറ്റ് ഈസ് 100 മൈനസ് 90 ദാറ്റ്സ് ഈക്വൽ ടു 10. ഇനി പെർസെൻറ്റേജ് കാണാൻ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ലോസ് പെർസെൻറ്റേജ് ഈക്വൽ ടു ലോസ് ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100. അതാണ് നമ്മുടെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ലോസ് ഈസ് 10, CP ഈസ് 100 ഇൻറ്റു 100 ക്യാൻസൽ ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു 10%. അപ്പോൾ 10% ലോസ് ആണ് അടുത്ത ആൻസർ. പെർസെൻറ്റേജ് ലോസ് എന്ന് പറഞ്ഞാൽ ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ പ്രോബ്ലംസ് ആണ്. നമുക്ക് ഹയർ ലെവൽ പ്രോബ്ലംസ് അടുത്ത വീഡിയോസിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.